ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇൻകം ഫ്രം സാലറി എന്ന ഹെഡിൽ പെർക്വസിറ്റ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് പെർക്വസിറ്റ്സ്, അതുപോലെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. പെർക്വസിറ്റ്സിൽ വരുന്ന കുറച്ച് പെർക്വസിറ്റ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂഷൻ പാർട്ടാണ്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, വാല്യൂഷൻ ഓഫ് പെർക്വസിറ്റ്സ് ഇൻ റെസ്പെക്ട് ഓഫ് മോട്ടോർ കാർ. അപ്പോൾ മോട്ടോർ കാറുമായി ബന്ധപ്പെട്ട് മോട്ടോർ കാർ ഫെസിലിറ്റി ഒരു എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആണ്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് ടാക്സബിൾ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് സർക്കംസ്റ്റാൻസസ് ഉണ്ട്, പല സിറ്റുവേഷൻ. ഇപ്പോൾ എംപ്ലോയറിൻ്റെ കാറാവാം, അതല്ല എംപ്ലോയിയുടേതാവാം. എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആവാം, അല്ലെങ്കിൽ എംപ്ലോയി ആവാം. ഓക്കെ, അത് ഒഫീഷ്യൽ പർപ്പസോ അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ രണ്ടിനും കൂടിയിട്ട് യൂസ് ചെയ്തായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്, ടാക്സബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കുറച്ചധികം ടാക്സ് ട്രീറ്റ്മെൻറ്റ് ഉള്ള ഒരു പെർക്വസിറ്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കേൾക്കാം. ഫസ്റ്റ് വൺ, കാർ ഓൺഡ് ബൈ എംപ്ലോയർ, എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയർ. കാറും എംപ്ലോയറുടേതാണ്, എക്സ്പെൻസ് അടക്കുന്നതും. ഇപ്പോൾ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ പെട്രോളും ഡീസൽ, ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസൊക്കെ ചെയ്യുന്നതൊക്കെ എംപ്ലോയർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, കാർ എന്ന ഫെസിലിറ്റിയും അതുപോലെ അതിലേക്കുള്ള മെയിൻ്റെനൻസ് എക്സ്പെൻസും. ഓക്കെ, ഈ കാറ് യൂസ് ചെയ്യുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ അത് പെർക്വസിറ്റ്സ് അല്ല, നോട്ട് എ ടാക്സബിൾ. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം, കാർ ആരുടേതായിക്കോട്ടെ, എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് ആരും ആയിക്കോട്ടെ, അത് ഒഫീഷ്യൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അത് ടാക്സബിൾ അല്ല, നോട്ട് എ പെർക്വസിറ്റ്സ്. ഇനി ഇത് സിറ്റുവേഷൻ, കാർ ഓണഡ് ബൈ എംപ്ലോയർ ആൻഡ് മെയിൻ്റെനൻസ് ചാർജ് മെറ്റ് ബൈ എംപ്ലോയർ. ഇനി ഇത് പേഴ്സണൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് കാറും, അതുപോലെ നെക്സ്റ്റ് വൺ മെയിൻ്റെനൻസ് എക്സ്പെൻസും. അപ്പോൾ ഇതിന് പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ടാക്സിബിൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മെയിൻ്റെനൻസ് എക്സ്പെൻസ് എത്രയാണോ എംപ്ലോയർ പേ ചെയ്യുന്നത് പ്ലസ് കാറിന് പകരമായിട്ട് 10% ഡിപ്രിസിയേഷൻ ഓഫ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദി കാർ. ഓക്കെ, അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ടാക്സബിൾ വാല്യൂ ഓഫ് കാർ ഇൻ കേസ് ഓഫ് പേഴ്സണൽ പർപ്പസ്, കാർ ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയർ. ഇനി കാർ യൂസ് ചെയ്യുന്നത് ബോത്ത് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ, സ്മോൾ കാർ ആണെങ്കിൽ 1800 പെർ മന്ത്. സ്മോൾ കാർ എന്നുള്ളത് നിശ്ചയിക്കുന്നത് 1.6 ലിറ്റർ കപ്പാസിറ്റിയേക്കാൾ കുറവാണുള്ള കാറിനെയാണ് സ്മോൾ കാർ എന്ന് പറയുന്നത്. 1.6 ലിറ്ററിനേക്കാൾ കപ്പാസിറ്റി കൂടുതലുള്ളതിനെ ബിഗ് കാർ എന്നും പറയുന്നു. അപ്പോൾ സ്മോൾ കാർ ആണെന്നുണ്ടെങ്കിൽ 1800 പെർ മന്ത്, ബിഗ് കാർ ആണെന്നുണ്ടെങ്കിൽ 2400 പെർ മന്ത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറിന് 900 പെർ മന്ത്. ഓക്കെ, ഡ്രൈവറിന് സ്മോൾ കാർ ആണെങ്കിലും ബിഗ് കാർ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു വ്യത്യാസം വരുന്നില്ല. ഡ്രൈവർ ഉണ്ടോ 900 എക്സ്ട്രാ വരും. ഓക്കെ, ഇത് ആർക്ക് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ല ചാർജബിൾ ആവുന്നത് സ്പെസിഫൈഡ് എംപ്ലോയീസ്. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ, കാർ ഓൺഡ് ബൈ എംപ്ലോയർ ആൻഡ് എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയി. ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നോട്ട് എ പെർക്വസിറ്റ്സ്, അത് പിന്നെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി അത് പേഴ്സണൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഏത് ഫെസിലിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ, കാർ എന്ന ഫെസിലിറ്റി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. എക്സ്പെൻസ് എംപ്ലോയി സ്വന്തം പോക്കറ്റിൽ നിന്ന് തന്നെ ചിലവാക്കുന്നതാണ്. അപ്പോൾ കാർ എന്ന ഫെസിലിറ്റി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ പേഴ്സണൽ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ കാറിന് പകരമായിട്ട് നമ്മൾ എത്ര കൺസിഡർ ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷൻ 10%. അപ്പോൾ കാറിൻ്റെ ആക്ച്വൽ കോസ്റ്റിൻ്റെ 10% ഡിപ്രിസിയേഷൻ ആണ് ടാക്സിബിൾ വാല്യൂ ആയിട്ട് വരിക. ഇനി ഇതേ സിറ്റുവേഷൻ തന്നെയാണ് ബോത്ത് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് 600 പെർ മന്ത്. സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത്, ബിഗ് കാർ ആണെന്നുണ്ടെങ്കിൽ 900 പെർ മന്ത്. ഓക്കെ, ഇവിടെ 900 ആണ്, 600 അല്ല കേട്ടോ, സോറി, 900 ആണ്. ബിഗ് കാർ ആണെന്നുണ്ടെങ്കിൽ 900. ഇപ്പോൾ ഡ്രൈവർ ഉണ്ടെങ്കിൽ പിന്നെ പറഞ്ഞു എത്രയാണ്, 900 പെർ മന്ത്. ഇതാർക്കാണ്, സ്പെസിഫൈഡ് എംപ്ലോയീസിനാണ് ചാർജബിൾ ആവുള്ളൂ. ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ആ ഫെസിലിറ്റി കാർ എന്ന ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ കാറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം ഡയറക്ടറോ അങ്ങനെ സ്പെസിഫൈഡ് എംപ്ലോയീസിനായിരിക്കാം. എന്താണ് സ്പെസിഫൈഡ് എംപ്ലോയീസ് എന്നുള്ളത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം ഒരു ഡയറക്ടറിനൊക്കെയാണ് അത് എന്ത് ചെയ്യുള്ളൂ, കൊടുക്കുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത്രയും സാലറി വാങ്ങുന്ന എംപ്ലോയീസ്. ഓക്കെ, അപ്പോൾ അവർക്കാണ് അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് ടാക്സബിൾ, അവർക്കാണ് ടാക്സബിൾ ആവുക. ക്ലിയർ? നെക്സ്റ്റ്, എംപ്ലോയിയുടെ കാറ് എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ.
ഒഫീഷ്യൽ പർപ്പസ് ആണെങ്കിൽ നോട്ട് എ പെർക്വിസിറ്റ്സ്. ഇനി പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് ഫെസിലിറ്റി മാത്രമേ കിട്ടുന്നുള്ളൂ? എംപ്ലോയർ ഏത് മാത്രമേ പേ ചെയ്യുന്നുള്ളൂ? എക്സ്പെൻസ്. കാർ എംപ്ലോയിൻ്റെതാണ്, അപ്പം അത് ഒരു ബെനിഫിറ്റ് അല്ല. എംപ്ലോയിൻ്റെ കാർ തന്നെയാണ്, പക്ഷേ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആണ്. അത് ഈ പേഴ്സണൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എത്രയാണോ മെയിൻ്റനൻസ് എക്സ്പെൻസ്, എത്രയാണോ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നത്, അതാണ് ടാക്സിബിൾ വാല്യൂ. ഇനി ബോത്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ദി എംപ്ലോയർ, എത്രയാണ് എംപ്ലോയറിന് ആക്ച്വൽ എക്സ്പെൻഡിച്ചർ വന്നത്, മൈനസ് 1800 പെർ മന്ത്. സ്മോൾ കാർ ആണെങ്കിൽ. ബിഗ് കാർ ആണെന്നുണ്ടെങ്കിൽ 2400 പെർ മന്ത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഡ്രൈവറിൻ്റെ 900 പെർ മന്തും ഡിഡക്ട് ചെയ്യാം. അപ്പോൾ ബാക്കി വരുന്ന എമൗണ്ട് ആണ് ടാക്സബിൾ വാല്യൂ ഓഫ് പെർക്വിസിറ്റ്സ്. ഇത് ഓൾ എംപ്ലോയീസിൻ്റെ കേസസിൽ ചാർജബിൾ ആണ്. ക്ലിയർ? ഇനി നെക്സ്റ്റ് ഇത് പറയുന്നത് കാറ് ഓൺഡ് ബൈ എംപ്ലോയി, എക്സ്പെൻസ് മെറ്റ് ബൈ എംപ്ലോയി. അവിടെ എന്തെങ്കിലും ബെനിഫിറ്റ് എംപ്ലോയീസിന് കിട്ടുന്നുണ്ടോ? ഇല്ല. കാറും സ്വന്തമായിട്ടുള്ള കാറാണ്, അതിൻ്റെ ചിലവും എംപ്ലോയി തന്നെയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ബെനിഫിറ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് പെർക്വിസിറ്റ്സ് അല്ല. ഇവിടെ മെയിനായിട്ട് 3 സിറ്റുവേഷനാണ് പഠിക്കാനുള്ളത്. ആ 3 സിറ്റുവേഷനിൽ 3ലും ഫസ്റ്റ് ഒഫീഷ്യൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ അതെന്തല്ല, ടാക്സബിൾ അല്ല, പെർക്വിസിറ്റ്സ് അല്ല. പിന്നെ വരുന്നത് അപ്പോൾ വെറും 6 സിറ്റുവേഷനാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. 6 സിറ്റുവേഷന് നോക്കുക. അതിൽ ഒഫീഷ്യൽ അല്ല പേഴ്സണൽ പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ ഏത് ബെനിഫിറ്റ് ആണ് തരുന്നതെന്ന് നോക്കുക. കാറാണെന്നുണ്ടെങ്കിൽ കാറ് മാത്രമാണെങ്കിൽ 10%, മെയിൻ്റനൻസ് ആണെങ്കിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസിന് എത്രയാണോ എക്സ്പെൻസ് അത് രണ്ടും കൂടി തരാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ക്ലിയർ? നെക്സ്റ്റ് വൺ, ഇൻഷുറൻസ് പ്രീമിയം പേയബിൾ ബൈ എംപ്ലോയർ. ഇപ്പോൾ ഒരു എംപ്ലോയർ ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ആനുവിറ്റി സ്കീമിലേക്കൊക്കെ എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയറിന് അത് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ടാക്സബിൾ ആകും. അഥവാ സാലറിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഇവിടെ എത്ര എമൗണ്ട് ആണ് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആണ് എംപ്ലോയർ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് പേ ചെയ്യുന്നത്, ആ എമൗണ്ട് ആണ് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആകുന്നത്. ഓക്കെ, ഒരൊറ്റ കണ്ടീഷനുള്ളൂ. ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഫണ്ട് അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ അപ്രൂവ്ഡ് സൂപ്പർ ആനുവേഷൻ ഫണ്ടോ ഡെപ്പോസിറ്റഡ് ലിങ്ക്ഡ് ഇൻഷുറൻസ് ഫണ്ടോ ആവാൻ പാടില്ല. ബാക്കിയുള്ള ഫണ്ടിലേക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ടാക്സബിൾ ആകും. എക്സെപ്റ്റ് ഈ കേസസ് ഇത് നമ്മൾ സെക്ഷൻ 80C ഡിഡക്ഷൻ കിട്ടുകയും ചെയ്യും അല്ലേ. ഇപ്പോൾ എംപ്ലോയി ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിലേക്ക് LIC പ്രീമിയം പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെക്ഷൻ 80C പ്രകാരം നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഡിഡക്ഷൻ്റെ അണ്ടർ സെക്ഷൻ 80C to 80U വരെയുള്ള ഡിഡക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം ഇത്ര മനസ്സിലാക്കി വെക്കാം. ഇത്ര എന്താ, എംപ്ലോയർ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം പേ ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആനുവിറ്റി സ്കീമിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ആണ് കൊടുക്കുന്നത്, ആ എമൗണ്ട് എംപ്ലോയിൻ്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആകും. നെക്സ്റ്റ് വൺ, വാല്യൂഷൻ ഓഫ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് അലോട്ടഡ് ഓർ ട്രാൻസ്ഫർ ടു ദി അസസി. ഇപ്പോൾ എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഈ പെർഫോമൻസോ അല്ലെങ്കിൽ അവരുടെ വർക്കൊക്കെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന ഒരു ഷെയർ ആണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, ഒരു കമ്പനിയിൽ പുരോഗതിക്ക് വേണ്ടി, ആ കമ്പനിയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച എംപ്ലോയീസിൻ്റെ ആ വർക്കൊക്കെ കണ്ടറിഞ്ഞുകൊണ്ട് ഒരു ഷെയർസ് എന്ത് ചെയ്യും, എംപ്ലോയീസിന് അലോട്ട് ചെയ്യും. അങ്ങനെ അലോട്ട് ചെയ്യുന്ന ഷെയറിനാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്നത്. ഇങ്ങനെ അലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കേസിലും ഒഴിവാക്കുന്നില്ല. ഇൻകം ടാക്സ് എല്ലാ കേസിലും സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഏത് കേസാണെന്നുണ്ടെങ്കിലും അതൊക്കെ ടാക്സബിൾ ആയിട്ട് അതിന് ഓരോന്നും നോട്ട് ചെയ്തിട്ട് തന്നെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയറിൻ്റെ കേസസിൽ ടാക്സബിൾ ആകും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോളോയിങ് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് 1 April 2019 ശേഷം ആയിരിക്കണം. അത് എംപ്ലോയർ ഇഷ്യൂ ചെയ്തിരിക്കണം. അത് ഫോർമർ എംപ്ലോയർ ആയാലും കറൻറ്റ് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിലും അത് ടാക്സബിൾ ആകും. ഓക്കെ, ഇനി ആ ഷെയർ അലോട്ട് ചെയ്തത് ഫ്രീ ഓഫ് കോസ്റ്റിലോ വെറുതെ അല്ലെങ്കിൽ അതൊരു കൺസെഷൻ റേറ്റിലോ കൊടുത്തതായിരിക്കണം. കൺസെഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും ഒരു ഷെയറിൻ്റെ മാർക്കറ്റ് വാല്യൂ, ഇപ്പോഴത്തെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഒരു 150 ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ 150 രൂപയുടെ ഷെയറിന് എംപ്ലോയീസിന് കൊടുത്തത് 50 രൂപയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കൺസെഷൻ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതും ടാക്സബിൾ ആകും.
ഓക്കെ, കൺസെഷൻ റേറ്റ് 50 ആണ്. ബാക്കി എമൗണ്ട് എത്രയാണ്? 150 ഷെയറിൽ 50 രൂപ എംപ്ലോയർ മേടിച്ചിട്ടുള്ളൂ, ബാക്കി 100 രൂപ എന്താവും ടാക്സബിൾ ആകും. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ടാക്സബിൾ പെർക്വസീവ്സ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എത്രയാണ് അതിൻ്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ? എത്രയാണ് ഫെയർ മാർക്കറ്റ് വാല്യൂ? ഫോർ എക്സാമ്പിൾ 150 രൂപയുടെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഉള്ള ഷെയർ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീൻ്റെ കയ്യിൽ നിന്നും അത് 50 രൂപയാണ് മേടിക്കുന്നത്. എന്ന് വെച്ചാൽ 150 രൂപയുടെ ഷെയറിന് 50 രൂപയാണ് മേടിക്കുന്നത്, 50 രൂപ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി എമൗണ്ട് എത്രയാണ്? 100 രൂപയാണ്. അതെന്താകും? ടാക്സബിൾ പെർക്വസീവ്സ് ആകും. ഓക്കെ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞിട്ട് 100 പെർ ഷെയർ. ഇനി ഫ്രീ ഓഫ് കോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 50 രൂപയും മേടിക്കുന്നില്ലെങ്കിൽ ഇതാകും 150 രൂപ, 150 ആകും ടാക്സബിൾ പെർക്വസീവ്സ്. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, വാല്യുവേഷൻ ഓഫ് പെർക്വസീവ്സ് ഇൻ റെസ്പെക്ട് ഓഫ് ഡൊമസ്റ്റിക് സർവൻറ്റ്. ഫ്രീ ഡൊമസ്റ്റിക് സർവൻറ്റിനെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് ചിലപ്പോൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എംപ്ലോയർ ആവാം, അല്ലെങ്കിൽ എംപ്ലോയി ആവാം. എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ സ്പെസിഫൈഡ് എംപ്ലോയീസിന് ടാക്സബിൾ ആകുള്ളൂ. എംപ്ലോയി ആണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഓൾ എംപ്ലോയീസിന് ടാക്സബിൾ ആകും. എത്ര എമൗണ്ട് ആണ് ടാക്സബിൾ ആകുന്നത്? ആക്ച്വൽ കോസ്റ്റ് ടു ദി എംപ്ലോയർ ഈസ് ടാക്സബിൾ ആസ് എ പെർക്വസീവ്സ്. എത്രയാണോ എംപ്ലോയറിന് ചിലവാകുന്നത്, എംപ്ലോയറിന് എത്രയാണോ കോസ്റ്റ് വരുന്നത്, ആ കോസ്റ്റ് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും ടാക്സബിൾ ആകും. ക്ലിയർ? അത്രേ ഉള്ളൂ. സർവൻറ്റിന് എത്രയാണോ കൊടുക്കുന്നത് അത് എന്ത് ചെയ്യും? ടാക്സബിൾ പെർക്വസീവ്സ് ആയിട്ട് വരും. ഇവിടെ കാര്യം ശ്രദ്ധിക്കുക, ഇനി അതിന് പകരമായിട്ട് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ സർവൻറ്റിന് കൊടുക്കുന്നുണ്ട്, കുറച്ച് എമൗണ്ട് എംപ്ലോയീൻ്റെ കയ്യിൽ നിന്നും എംപ്ലോയർ ഈടാക്കുന്നെങ്കിൽ അത് എമൗണ്ട് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. ഓക്കെ, അതെല്ലാ കേസിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ ഫെസിലിറ്റി. അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻറ്റ്, വാല്യൂ ഓഫ് പെർക്വസീവ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇവിടെ ഫെസിലിറ്റി ഇൻ ദി നെയിം ഓഫ് എംപ്ലോയർ ആണെന്നുണ്ടെങ്കിൽ അത് സ്പെസിഫൈഡ് എംപ്ലോയീസിനാണ്, സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നാണ് അത് ടാക്സബിൾ ആകുക. ഓൾ ഫെസിലിറ്റി ഇൻ ദി നെയിം ഓഫ് എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അത് ഓൾ എംപ്ലോയീസിന്. ഇനി ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊന്നിരിക്കെ എംപ്ലോയറിൻ്റെ ഓൺ റിസോഴ്സസിൽ നിന്നാവാം, ഓൺ സോഴ്സസിൽ നിന്നാവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയിക്ക് സ്വന്തമായിട്ടൊരു ഏജൻസി ഉണ്ട്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വാട്ടർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ നിന്നാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓൺ സോഴ്സസിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എത്രയാണോ എംപ്ലോയറിന് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് അതാണ് ടാക്സബിൾ പെർക്വസീവ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എത്രയാണോ എംപ്ലോയറിന് ആക്ച്വൽ കോസ്റ്റ് വരുന്നത് അത് എംപ്ലോയിൻ്റെ ടാക്സബിൾ പെർക്വസീവ്സ് ആയിട്ട് വരും. ഇനി എംപ്ലോയറിൻ്റെ ഓൺ റിസോഴ്സസ് ഒന്നല്ല, വേറെ ഏതെങ്കിലും ഏജൻസിയിൽ മുഖേനയാണ് എംപ്ലോയിക്ക് ഗ്യാസും ഇലക്ട്രിസിറ്റിയും വാട്ടറൊക്കെ കൊടുക്കുന്നതെങ്കിൽ എംപ്ലോയർ എത്രയാണോ ഏജൻസിക്ക് പേ ചെയ്യുന്ന എമൗണ്ട്, ദ പ്രൈസ് പെയ്ഡ് ടു സച്ച് ഏജൻസി, എത്രയാണോ ഏജൻസിക്ക് പേ ചെയ്യുന്ന എമൗണ്ട് അതാണ് ടാക്സബിൾ ആകുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും എമൗണ്ട് എംപ്ലോയിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും? ലെസ് ചെയ്യാനും പറ്റും. ക്ലിയർ? അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓൺ റിസോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണോ ആക്ച്വൽ കോസ്റ്റ് വരുന്നത്, അതല്ല മറ്റുള്ള ഏജൻസിക്ക് ഏൽപ്പിച്ചിട്ട് ഏജൻസിക്ക് എംപ്ലോയർ പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ ക്യാഷ് എംപ്ലോയർ ആ ഏജൻസി കൊടുക്കുന്നത് അതാണ് ടാക്സബിൾ പെർക്വസീവ്സ് ആവുക. ക്ലിയർ? ദ നെക്സ്റ്റ് വൺ, ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി. ഫ്രീ എഡ്യൂക്കേഷൻ ഫെസിലിറ്റി എംപ്ലോയിക്കാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അത് എംപ്ലോയിക്കാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്തല്ല, നോട്ട് എ ടാക്സബിൾ പെർക്വസീവ്സ്, ടാക്സബിൾ അല്ല. ഇനി എംപ്ലോയിക്കല്ല മറ്റുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതെന്താകും? ടാക്സബിൾ പെർക്വസീവ്സ് ആകും. ഓക്കെ, അപ്പോൾ എവിടെ എങ്ങനെ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ചിൽഡ്രനോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനോ ആവാം. അപ്പോൾ ഇത് ഇവർക്ക് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എംപ്ലോയറിൻ്റെ ഓൺ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ എനി അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, പക്ഷെ അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള റീസണ് ആ എംപ്ലോയറിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ആ കോളേജിൽ അഡ്മിഷൻ കിട്ടിയത്. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിൻ്റെ കുട്ടികളാണ് അവിടെ പഠിക്കുന്നതെങ്കിൽ എത്രയാണോ അതേപോലത്തെ ഒരു സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോസ്റ്റ് വരുന്നത് ആ കോസ്റ്റിൽ നിന്നും ഒരു കുട്ടിക്ക് 1000 പെർ മന്ത് പെർ ചൈൽഡ് എന്ത് ചെയ്യുക? ഡിഡക്റ്റ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓൺ കോളേജിൽ എംപ്ലോയിൻ്റെ കുട്ടികൾ പഠിക്കുന്നു, ഒരു കുട്ടി പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. അതേപോലത്തെ കോളേജിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 50,000 ആണ് എക്സ്പെൻസ് വരുന്നത്.
ഓക്കെ, അപ്പോൾ 50,000 നിന്ന് നമുക്ക് ഒരു കുട്ടിക്ക് 1,000 പെർ മന്ത് പെർ ചൈൽഡ് വെച്ചിട്ട് എന്ത് ചെയ്യാം, കുറക്കാം. അങ്ങനെയാണെങ്കിൽ 12,000 കുറക്കാം. അപ്പോൾ 50,000 നിന്ന് 12,000 കുറയ്ക്കുകയാണെങ്കിൽ ബാക്കി എമൗണ്ട് ടാക്സബിൾ ആകും. ഇനി 2 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 24,000 കുറക്കാം. 3 കുട്ടികളാണെന്നുണ്ടെങ്കിൽ 36,000 കുറക്കാം. അവിടെ കുട്ടികൾക്ക് എന്തില്ല, ലിമിറ്റ് പറയുന്നില്ല. ₹1,000 പെർ മന്ത് പെർ ചൈൽഡ് ഷാൾ ബി എക്സെപ്റ്റഡ് വിത്തൗട്ട് എനി റിസ്ട്രിക്ഷൻ നമ്പർ ഓഫ് ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ എംപ്ലോയറിൻ്റെ ഓൺ കോളേജ് ആണെങ്കിൽ ആ കോളേജിൽ എംപ്ലോയിൻ്റെ മക്കൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ അതേപോലത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ചിലവ് വരുന്നത്, കോസ്റ്റ് വരുന്നത്, അതിൽ നിന്നും എന്ത് ലെസ് ചെയ്യാം, 1,000 പെർ മന്ത് പെർ ചൈൽഡ് ലെസ് ചെയ്യാം. ഇനി അതർ ഫാമിലി മെമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ ആ 1,000 ലെസ് ചെയ്യാൻ പറ്റില്ല. എത്രയാണോ സിമിലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോസ്റ്റ് വരുന്നത് അത് ടാക്സബിൾ ആകും. ഇനി എംപ്ലോയറിൻ്റെ കോളേജും അല്ല, അവിടെ അഡ്മിഷൻ കിട്ടാൻ അവിടെ ആ പർട്ടിക്കുലർ കമ്പനിയിൽ ജോലി ചെയ്തത് കൊണ്ടുമല്ല, അങ്ങനത്തെ 2 റീസൺ അല്ലാത്തത് കൊണ്ടാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അതർ കേസസിലാണെന്നുണ്ടെങ്കിൽ ആക്ച്വൽ എമൗണ്ട് പേ എത്രയാണോ എംപ്ലോയർ പേ ചെയ്യുന്നത്, ഓക്കെ, എംപ്ലോയർ എത്രയാണോ പേ ചെയ്യുന്ന എമൗണ്ട് അതാണ് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആയി വരുന്നത്. അതിൽ എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്യണമെങ്കിൽ അതെന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പിന്നെ കമ്പനി പേ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യേണ്ടി വരും, പേ ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫ്രീ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഇതുകൂടി നമുക്ക് പറഞ്ഞിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഫ്രീ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് എംപ്ലോയർ ഈസ് എൻഗേജ്ഡ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്. ഇപ്പോൾ എംപ്ലോയറിൻ്റെ ബിസിനസ് ആ ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണ്. ഓക്കെ, എംപ്ലോയറിൻ്റെ ബിസിനസ് ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണ്. ആ ബിസിനസ്സിൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ബസ് സർവീസ് നടത്തുന്ന ഒരു കമ്പനിയാണ് എംപ്ലോയറിൻ്റെത്. അവിടെ ഈ ആ ബസ്സിൽ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിന് എന്തില്ല, ഫീസ് അല്ലെങ്കിൽ ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊരു ഫെസിലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ചെയ്യുന്ന ഈ എംപ്ലോയർ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ചെയ്യുന്ന ഒരു എംപ്ലോയർ അവർക്ക് അവരുടെ ആ കമ്പനിയിലെ എംപ്ലോയീസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രീ ട്രാൻസ്പോർട്ട് ആണെങ്കിൽ അതിന് ടാക്സബിൾ പെർക്വിസിറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ സ്വന്തം ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എമൗണ്ട് ചാർജ്ഡ് ഫ്രം പബ്ലിക് ഫോർ സച്ച് ഫെസിലിറ്റി ഈസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് സ്പെസിഫൈഡ് എംപ്ലോയീസ്. സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെങ്കിൽ എത്രയാണോ പബ്ലിക്കിൽ നിന്നും ചാർജ് ആവുന്നത് അത് ടാക്സബിൾ പെർക്വിസിറ്റ്സ് ആകും. അതർ എംപ്ലോയീസ് ആണെങ്കിൽ നോട്ട് എ ടാക്സബിൾ. ഓക്കെ, ഇപ്പോൾ ഒരു ബസ് സർവീസ് നടത്തുന്ന ഒരു കമ്പനി ഉണ്ട്. അവിടുത്തെ എംപ്ലോയീസിന് ഈ ബസ്സിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യാത്ര ചെയ്യാം, എവിടേക്ക് വേണമെന്നുണ്ടെങ്കിലും പോയി വരൊക്കെ ചെയ്യാം, ക്യാഷ് ഒന്നും കൊടുക്കണ്ട. ഇതിനെയാണ് ഫ്രീ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഫ്രീ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെന്നുണ്ടെങ്കിൽ പബ്ലിക് എത്രയാണോ, നോർമലി ഒരു പബ്ലിക് എത്രയാണോ ആ ട്രാൻസ്പോർട്ടിന് ചാർജ് ഈടാക്കുന്നത്, പബ്ലിക്കിൽ നിന്ന് എത്രയാണോ ചാർജ് ഈടാക്കുന്നത് അത് സ്പെസിഫൈഡ് എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ടാക്സബിൾ ആകും. അതർ എംപ്ലോയീസിന് ടാക്സബിൾ അല്ല. ഓക്കെ, അതർ കേസസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എംപ്ലോയി അങ്ങനെയുള്ള ബിസിനസ് ഒന്നും എൻഗേജ് ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെ ഫ്രീ ട്രാൻസ്പോർട്ടേഷന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എംപ്ലോയർ ആ കമ്പനിക്ക്, ആ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിക്ക് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഒരു കോസ്റ്റ് കൊടുക്കുന്നുണ്ടാവും അല്ലേ. ആക്ച്വൽ കോസ്റ്റ് ഓഫ് എംപ്ലോയർ ഫോർ സച്ച് ഫെസിലിറ്റി ഈസ് ടാക്സബിൾ ഇൻ ദി ഹാൻഡ് ഓഫ് ഓൾ എംപ്ലോയീസ്. അപ്പോൾ എത്രയാണോ എംപ്ലോയർ കോസ്റ്റ് ചിലവാകുന്നത്, എംപ്ലോയറിന് എത്രയാണോ എമൗണ്ട് ചിലവാകുന്നത് അത് എല്ലാ എംപ്ലോയീസിനും ടാക്സബിൾ ആണ്. സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെങ്കിലും നോൺ സ്പെസിഫൈഡ് എംപ്ലോയീസ് ആണെങ്കിലും ഒക്കെ ടാക്സബിൾ ആണ്. ക്ലിയർ? ഇവിടെ ഈ 2 ഇതാണ്. ഒന്ന് എംപ്ലോയറിൻ്റെ ഓൺ ബിസിനസ്, ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ആയിരിക്കണം, അല്ലെങ്കിൽ അതർ കേസസ്. ഓക്കെ, ഇവിടെ ഒരു 3 നോട്ട് പറയുന്നുണ്ട്. ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് ടു എംപ്ലോയി ഓഫ് റെയിൽവേ ആൻഡ് എയർലൈൻസ് നത്തിങ് ഷാൾ ബി ചാർജബിൾ ടു ടാക്സ്. ഇപ്പോൾ എംപ്ലോയർ റെയിൽവേ അതേപോലെ എയർലൈൻസൊക്കെ ഉള്ള അതിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണ് ഈ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, എനി എമൗണ്ട് ചാർജഡ് ഫ്രം ദി എംപ്ലോയി സച്ച് ഫെസിലിറ്റി ഷാൾ ബി റെഡ്യൂസ്ഡ് ഫ്രം ദി എബോവ് വാല്യൂ. ഏതെങ്കിലും എമൗണ്ട് അതിന് എന്തെങ്കിലും ഒരു എമൗണ്ട് എംപ്ലോയറിൽ നിന്ന് ഈടാക്കുന്നുണ്ടെങ്കിൽ, എംപ്ലോയിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞിട്ടുള്ള പോയിന്റ് തന്നെയാണ്.
കൺവെൻസ് ഫെസിലിറ്റി പ്രൊവൈഡഡ് ടു എംപ്ലോയി ഫോർ ജേർണി ബിറ്റ്വീൻ ഓഫീസ് ആൻഡ് റെസിഡൻസ് ഈസ് നോട്ട് ടാക്സബിൾ. ഇപ്പോൾ കൺവെൻസ് ഫെസിലിറ്റി ഓഫീസിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്ന് തിരിച്ച് ഓഫീസിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഫെസിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിലും അതും എന്തല്ല, ടാക്സബിൾ അല്ല. ഓക്കെ, ബാക്കി കേസിലൊക്കെയാണ് ടാക്സബിൾ ആകുന്നത്. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പെർക്വിസിറ്റ്സ്. കുറച്ച് പെർക്വിസിറ്റ്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അപ്പോൾ താങ്ക് യു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ബാക്കി വരുന്ന എല്ലാ പെർക്വിസിറ്റ്സും നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. താങ്ക് യു.